ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കേരളം, എന്താ പറയുക, ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയിലാട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും തനി കേരളം തന്നെയാണെന്നുള്ളത്. എന്താ കാണി, നല്ല തെങ്ങിൻ തോപ്പാണ്. അവിടെ വാഴക്കൃഷി കണ്ടില്ലേ, ഇവിടെ വാഴക്കൃഷി ഉണ്ട്. സത്യത്തിൽ ഇവിടെ വരുമ്പോഴേ നമ്മളെ കേരളത്തിൽ വരുന്നൊരു ഫീലാട്ടോ. ശരിക്ക് കേരളം പോലെ നമ്മളെ തീരദേശ റോഡുകളൊക്കെ പോലെയാണ്. ഇവിടുത്തെ രണ്ട് സൈഡിൽ തെങ്ങ്, ആ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. എന്താ രസം എന്നറിയാം. ഒരു അത്ഭുതം തന്നെ കേട്ടത്. ഒരു അറേബ്യയിൽ ഒരു ഏരിയ മൊത്തം നമ്മളെ, എന്താ പറയുക, കേരളം വാരി തെങ്ങും വാഴയും പപ്പായം അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെറ്റിലത്തോട്ടം കണ്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വെറ്റില അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ നല്ല വെറ്റിലത്തോട്ടങ്ങളുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം വെറ്റിലത്തോട്ടം. ഇല്ലല്ലേ, നല്ല വെറ്റിലൻ്റെ തോട്ടമാണിത്. പക്ഷെ നമ്മളെ അടുത്ത വലിയ അത്ര ഉയരത്തിലൊന്നും വെറ്റില ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു അത്ര ഐറ്റൊന്നുമില്ല. പിന്നെ പച്ചക്കറി ഉണ്ട്, വെണ്ടക്കൻ്റെ കൃഷിയുണ്ട്. നല്ല പപ്പായ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പപ്പായ ഇവിടെ കണ്ടമാനം കാണുന്നുണ്ട്. പിന്നെ വാഴ ഉണ്ട്, വാഴ കൃഷി നല്ല അടിപൊളി വാഴക്കൊല ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ആ പോകുന്ന ഫീലാണ് ഇവിടെ എത്തുമ്പോൾ. നല്ല രസത്തിലാണ്. ഏതായാലും അടിപൊളി. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഖരീഫിൻ്റെ സീസണും കൂടി കേട്ടോ. അപ്പോൾ ഈ മലപ്രദേശത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ് പൊഴിയുന്ന ഒരു ഫീലുണ്ട്. നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന വഴിക്കാണ്. കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ വരെ കാണാൻ പറ്റാത്ത അത്രയ്ക്കും കട്ട ആയിട്ടുള്ള, എന്താ പറയുക, ഈ കോട ഇങ്ങനെ തയ്യാറിയിട്ടുണ്ടാവും. ഇവിടെ ഇനി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാക്കിയിട്ടാണ്. നല്ല രസമുള്ളൊരു ഫീലാട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ പുതിയ സലാലയിൽ വന്നപ്പോഴുള്ള വിശേഷങ്ങൾ കേട്ടോ.